ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പെൺകുട്ടികൾ രാജ്യവികസനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വനിതകൾക്കായി സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. 23ാമത് നിയമ കമ്മീഷൻ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനജീവിതം ദുരിതത്തിൽ. മഹാരാഷ്ട്രയിൽ മഴക്കെടുതി രൂക്ഷം. പാരീസ് പാരാലിമ്പിക്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ നിത്യശ്രീ ശിവന് വെങ്കലം. വാർത്തകൾ വിശദമായി. പെൺകുട്ടികൾ രാജ്യവികസനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വനിതകൾക്കായി സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. പൂനെയിലെ സിംബയോസിസ് കൽപ്പിത സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് സാംസ്കാരികതയും സാമൂഹിക ആവശ്യങ്ങളും മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പ്രാപ്തരാക്കണമെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. नारी शक्ति का विकास देशवासियों के लिए गर्व की बात है. ये देश के विकास का एक महत्वपूर्ण मापदंड भी है. ये प्रशंसनीय है कि सिम्बोसिस डीम्ड यूनिवर्सिटी में जेंडर इक्विटी को भी प्राथमिकता दी जाती है. इस संस्थान में पढ़ने वाले करीब 33,000 विद्यार्थियों में छात्रों और छात्राओं की संख्या लगभग समान है. मुझे बताया गया है कि बेटियों की शिक्षा के लिए उचित वातावरण और सुविधाएं भी यहाँ उपलब्ध कराई जाती है. ലിംഗസമത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. സർവകലാശാലയിലെ 11 സ്വർണ്ണ മെഡൽ ജേതാക്കളിൽ 8 പേരും പെൺകുട്ടികളാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, ഇൻഡോ പസഫിക് കാഴ്ചപ്പാട് എന്നിവയിലെ പ്രധാനപ്പെട്ട പങ്കാളികളാണ് ബ്രൂണൈയും സിംഗപ്പൂരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ബ്രൂണൈ ഉഭയകക്ഷി ബന്ധത്തിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ശ്രീ മോദിയുടെ സന്ദർശനം. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസ്നൽ ബൊൽക്കിയയുമായും രാജകുടുംബത്തിലെ മറ്റ് പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി നാളെ സിംഗപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂരിലെ വ്യവസായ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ഇന്ത്യ സിംഗപ്പൂർ ഉഭയകക്ഷി ബന്ധം അടുത്ത ഘട്ടത്തിലെത്താൻ സമയമായെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം ദൃഢമാണെന്നും ഒരു സിംഗപ്പൂർ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായാണ് പ്രസ്താവന. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിശ്വസ്തതയിലും ധാരണയിലും അധിഷ്ഠിതമായ പങ്കാളിത്തമാണ് നിലനിൽക്കുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. 23ാമത് നിയമ കമ്മീഷൻ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2027 ഓഗസ്റ്റ് 31 വരെ 3 വർഷമായിരിക്കും കമ്മീഷന്റെ കാലാവധി. ചെയർപേഴ്സണും മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടെ 4 പൂർണ്ണസമയ അംഗങ്ങളും 5 പാർട്ട് ടൈം അംഗങ്ങളും കമ്മീഷനിൽ ഉണ്ടാകും. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരായിരിക്കും നിയമ കമ്മീഷനിൽ ഉണ്ടാവുക. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ PV അൻവർ MLA മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഉന്നയിച്ച ആരോപണങ്ങളിൽ സത്യസന്ധവും വിശദവുമായ അന്വേഷണം MLA ആവശ്യപ്പെടുമെന്നാണ് സൂചന. അതേസമയം വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം രൂക്ഷമാക്കി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരിന്റേത് കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. കേരളത്തിൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം 9-ന് ആരംഭിക്കും. ഈ മാസം 5 മുതൽ 14 വരെ നടക്കുന്ന സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൺസ്യൂമർ ഫെഡ് ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച 2023 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയ്ക്ക് 40ാം സ്ഥാനം. 132 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ 40ാമത് എത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ GII റാങ്ക് പട്ടികയിൽ ഏറ്റവും വേഗത്തിൽ മുന്നേറ്റം നടത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് നിതി ആയോഗ് അറിയിച്ചു. നൂതന ആശയരംഗത്ത് ഇന്ത്യ നടത്തുന്ന മികച്ച മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിലെ ഈ നേട്ടം. ഏക് പേഡ് മാ കെ നാം പ്രചാരണ പരിപാടിയിലൂടെ ഇതുവരെ 52 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതായി കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു. പ്രചാരണ പരിപാടിയിലൂടെ മറ്റൊരു നാഴികക്കല്ലുകൂടി സൃഷ്ടിക്കാനായെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അമ്മമാരോടുള്ള ആദരസൂചകമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഏക് പേഡ് മാ കെ നാം പ്രചാരണ പരിപാടി ആരംഭിച്ചത്. തെലങ്കാനയിലെ പ്രളയബാധിത മേഖലകളായ ഖം, മഹബൂബാബാദ്, സൂര്യാപേട്ട് ജില്ലകളിൽ ജനജീവിതം ദുരിതത്തിൽ. ദുരന്ത പ്രതികരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 4000-ലേറെ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 16 പേരാണ് മഴക്കെടുതിയിൽ ഇതുവരെ തെലങ്കാനയിൽ മരിച്ചത്. 5400 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക കണക്ക്. മഹാരാഷ്ട്രയിലെ മാറാത്വാഡ മേഖലയിൽ മഴക്കെടുതിയിൽ 4 മരണം. 63 ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചു. 45 ഹെക്ടറോളം കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. പർഭാനി, നന്ദേഡ്, ഭീഡ്, ജൽന, ഹിംഗോലി ജില്ലകളിലാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നത്. ആന്ധ്രയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ NTR, ഗുണ്ടൂർ ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 42,000 പേരെ ഇതിനകം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വിജയവാഡയിലെ കൃഷ്ണലങ്ക, ഇബ്രാഹിംപട്ടണം, അജിത് സിംഗ് നഗർ തുടങ്ങിയ മേഖലയിലും രൂക്ഷമായ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. വിജയവാഡയെയും ഹൈദരാബാദിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത 16ലും വിജയവാഡ ഖാസിംപേട്ട് റെയിൽവേ സെക്ഷനിലും ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രകാശം ബാരേജിലേക്കുള്ള നീരൊഴുക്ക് കുറയുന്നതിനാൽ സ്ഥിതിഗതികൾ വൈകാതെ മെച്ചപ്പെടുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഗുജറാത്തിൽ കടലിൽ പതിച്ച കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരനെ കണ്ടെത്തി. മറ്റുള്ള 3 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് പോർബന്ദർ തീരത്തിന് സമീപം ഹെലികോപ്റ്റർ കടലിൽ പതിച്ചത്. ഹരിലീല ടാങ്കർ കപ്പലിൽ നിന്നും പരിക്കേറ്റ ജീവനക്കാരനെ രക്ഷപ്പെടുത്താൻ പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. 4 കപ്പലുകളും 2 വിമാനങ്ങളും മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഒരു വെങ്കല മെഡൽ കൂടി. വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ SH6 ഇനത്തിൽ ഇന്ത്യയുടെ നിത്യശ്രീ ശിവനാണ് ഇന്തോനേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തി വെങ്കല മെഡൽ നേടിയത്. മെഡൽ നേട്ടത്തിൽ നിത്യശ്രീ ശിവനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പാരാലിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ന് 2ാം സ്വർണത്തിനായി അവനി ലഖാര മത്സരിക്കും. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ മോന അഗർവാളും മത്സരരംഗത്തുണ്ട്. പുരുഷ ഹൈജമ്പിൽ T63 ഇനത്തിൽ മാരിയപ്പൻ തങ്കവേലുവും ശൈലേഷ് കുമാറും ശരത് കുമാറും ഇന്ന് കളത്തിലിറങ്ങും. വനിതകളുടെ ഷോട്ട്പുട്ടിൽ F34 ഫൈനലിൽ ഭാഗ്യശ്രീ ജാദവും ഇന്ത്യയ്ക്കായി മാറ്റുരയ്ക്കും. നിലവിൽ മെഡൽ പട്ടികയിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 15ാം സ്ഥാനത്താണ്. US ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ അൽദില സുജിയാദി സഖ്യം സെമി ഫൈനലിൽ കടന്നു. മാത്യു എബ്ഡൺ, ബാർബോറ കെജിർക്കോവ സഖ്യത്തെയാണ് ഇന്ത്യ ഇന്തോനേഷ്യൻ സഖ്യം ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയത്. അമേരിക്കൻ സഖ്യമാണ് സെമിയിലെ എതിരാളികൾ. ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയെ വിന്യസിച്ചത് തന്ത്രപരമായ നീക്കമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന് യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇത് അനിവാര്യമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഗസ മുനമ്പിൽ 6 ബന്ദികളെ കഴിഞ്ഞയാഴ്ച കൊലപ്പെടുത്തിയതിന് ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തണമെന്നും ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ജനകീയ പ്രതിഷേധം തുടരുകയാണ്. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 38 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദ്യഘട്ടം പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പെൺകുട്ടികൾ രാജ്യവികസനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വനിതകൾക്കായി സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് തുടക്കമായി. ഇരു രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. 23ാമത് നിയമ കമ്മീഷൻ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജനജീവിതം ദുരിതത്തിൽ. മഹാരാഷ്ട്രയിൽ മഴക്കെടുതി രൂക്ഷം. പാരീസ് പാരാലിമ്പിക്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ നിത്യശ്രീ ശിവന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.